കാട്ടാക്കടയിൽ നവജാത ശിശു മരിച്ചതിൽ ദുരൂഹതയുണ്ട്. പൂഴനാട് പ്ലാവിലെ വീട്ടിൽ ഷംനയുടെ കുട്ടിയാണ് മരണപ്പെട്ടത്. ഷംന ഗർഭിണിയാണ് എന്നുള്ള വിവരം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഭർത്താവ് ഉൾപ്പെടെ പറയുന്നത്. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ. അമൽ, ഒരു നവജാത ശിശു മരിക്കുന്നു, ആ മരണം അസ്വാഭാവികത ഉയർത്തുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും ഭാര്യ ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം അറിയില്ല എന്നാണ് ഭർത്താവ് പറയുന്നത്. എന്താണ് പോലീസ് പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്? അമൽ, ഇന്ന് ഉച്ചയോടെയാണ് ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിൽ എത്തിയ സമയത്ത് അവശ നിലയിലായിരുന്നു ഭാര്യയായ ഷംന. എന്ത് പറ്റിയെന്ന് ഭർത്താവ് നിരന്തരമായി ചോദിച്ചപ്പോൾ വയറുവേദന എടുക്കുന്നതായി ഷംന പറയുകയും ചെയ്തു. അതിനുശേഷം ഈ കലശലായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഭർത്താവ് വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഓട്ടോറിക്ഷ വിളിക്കാനായി ഭർത്താവ് പുറത്തേക്ക് പോയി. തിരികെ എത്തുമ്പോൾ കാണുന്നത് കട്ടിലിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞും സമീപത്ത് ഷംനയും കിടക്കുന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കുഞ്ഞിന് ആ സമയത്ത് തന്നെ അനക്കമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഭർത്താവും ഷംനയും കുഞ്ഞിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയായ മമൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിച്ച് പരിശോധന നടത്തുമ്പോൾ ഡോക്ടർമാർക്ക് ചില സംശയങ്ങൾ തോന്നി. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട പോലീസിനെ വിവരം അറിയിക്കുന്നത്. അറിയിച്ച സമയം തന്നെ പോലീസ് അവിടേക്ക് എത്തുകയും പോലീസ് പിന്നീട് ഇവരെ രണ്ടുപേരെയും മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. ആശുപത്രിയിൽ വെച്ച് പോലീസ് പ്രാഥമിക വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇവർ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് എങ്ങനെ ഈ കുഞ്ഞിന്റെ മരണം സംഭവിച്ചു, പ്രസവ സമയത്ത് ഉണ്ടായ മരണമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ വിഷയത്തിൽ കൃത്യമായ സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ബന്ധുക്കളെ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും മൊഴിയെടുക്കുകയും ഷംനയെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയിരിക്കും ഇനിയിപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാകുക. ഈ വീട്ടുകാർക്ക് ഈ ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം അറിയാതിരിക്കാൻ ഈ 10 മാസമാകുമ്പോൾ ഈ പ്രസവത്തിന്റെ സമയം നടക്കുന്നവരെയും അത് അവർക്ക് അറിയില്ലായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതെങ്ങനെ മറച്ചു വെച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഷംനയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും വിവരങ്ങൾ തേടുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോഴും പൂർണ്ണമായ ഒരു വ്യക്തത നൽകുന്നില്ല എങ്കിലും ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഓക്കെ അമൽ, ഗർഭാവസ്ഥ പോലും വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയരും. ഒപ്പം ഈ മരണം കൂടി സംഭവിച്ചിരിക്കുന്നു, അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് അതിൽ ഒരു വ്യക്തത വരും. ഒപ്പം ഷംനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്നാണ് അമൽ പങ്കുവയ്ക്കുന്ന വിവരം.